Never, never, never. I never anticipated this level of backlash. Because I never mentioned the name. Actually, I spoke because of my sadness. Or from my heart, I spoke. Actually, it's like a breakdown or something like that. I just told what happened in my life. നിലപാടുകളിലെടുക്കണം ബോധ്യങ്ങളിൽ നിന്ന് നമ്മുടെ കൺവിക്ഷനാണ്. അത് എൻ്റെ മാത്രമല്ല, നേതൃത്വത്തിൻ്റെ കൂട്ടായ തീരുമാനമാണത്. സുഹൃത്തുക്കളെ, രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. ഇപ്പോഴും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ, രാഹുൽ തിരിച്ചുവരവും വരും എന്ന്, പാർട്ടിയിലേക്ക് തിരിച്ചു വരും എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണേ. ഇപ്പോഴും എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അപ്പം ഇപ്പോൾ റിനിയുടെ ഒരു പുതിയൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അപ്പം കേരളത്തിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഓടി നടന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി എയറിൽ കയറി ഇനി അടുത്തത് ഇൻ്റർനാഷണൽ ലെവലിലോട്ട് എയറിൽ പോകാനുള്ള ഇതൊക്കെയാണ് റിനി നോക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് റിനി രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു 1-2 ഭാഗം ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ ഇപ്പം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്ന, രാഹുലിനെ സ്നേഹിക്കുന്ന ആളുകൾ, രാഹുൽ ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വരണം, പ്രസ്ഥാനത്തിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാഹുലിനെ തിരിച്ചെടുക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ UDF അധികാരത്തിൽ വന്ന് ഇത്രയും ദിവസമായിട്ടും അതിനെതിരെ ഒരു നടപടി പോലും രാഹുലിൻ്റെ വിഷയത്തിൽ രാഹുലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം ഉണ്ടല്ലോ, അതെന്താണെന്ന് മനസ്സിലാക്കാനോ എന്താണെന്ന് അന്വേഷിച്ച് അതിന് ഉചിതമായ തീരുമാനം എടുത്ത് രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാനോ ഇതുവരെ ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ. അപ്പം അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാം രാഹുലിനെ ഇനി എടുക്കാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിപ്പം VD സതീശൻ്റെ ഒരു ഇൻ്റർവ്യൂ, ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കണ്ടു. അത് ഞാൻ ഇവിടെ വെച്ച് തരാം. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി രാഹുലിൻ്റെ ഒരു തിരിച്ചുവരവ് ഇനി ഇത് സാധ്യമാവത്തില്ല. കാരണം ഈ ഒരു പ്രസ്ഥാനത്തിലുള്ള പല ആളുകളും ചിലപ്പോൾ രാഹുലിനോട് അസൂയുള്ള ആളുകൾ കാണാം. അപ്പം ഇപ്പോൾ VD സതീശനെ നമുക്കറിയാം, രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ VD സതീശനെ കുറ്റപ്പെടുത്തിയ ഒരുപാട് ആളുകളുണ്ടായിരുന്നു, വിമർശിച്ച ആളുകളുണ്ടായിരുന്നു. അപ്പം VD സതീശൻ മാത്രം വിചാരിച്ചാൽ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. VD സതീശൻ വിചാരിച്ചാൽ മാത്രം രാഹുലിനെ പുറത്താക്കാൻ പറ്റത്തില്ല. രാഹുലെന്നല്ല, ഒരാളെയും. എല്ലാവരും കൂടെ തീരുമാനം എടുക്കുന്നതാണ് പാർട്ടിയിലുള്ള കാര്യങ്ങൾ, അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും അതൊക്കെ പോട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇത്രയും ദിവസമായിട്ട് രാഹുലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. അപ്പോൾ രാഹുലിനെ എനിക്ക് തോന്നുന്നു മിക്കവാറും തിരിച്ചെടുക്കാനൊക്കെ ഉള്ള സാധ്യത കുറവായിട്ടാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. പക്ഷേ എന്നാൽ തന്നെ ഞാനും വിശ്വസിക്കുന്നുണ്ട് രാഹുൽ തിരിച്ചു വരുമെന്ന്. രാഹുലിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് ഞാനും രാഹുലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം എന്തെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പോട്ടെ, അതൊക്കെ ആ കാര്യങ്ങൾ. പക്ഷേ പുള്ളിയെ ഇത്രയും ദിവസം പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി പുള്ളിയുടെ സ്ഥാനമൊക്കെ കളഞ്ഞില്ലേ, മതി, ഇത്രയൊക്കെ പോരെ. ഇനി ഇതിൽ കൂടുതൽ പുള്ളിക്ക് എന്ത് ശിക്ഷ കൊടുക്കാനാണ്? ഓക്കെ, എന്തായാലും റിനി ഇപ്പം ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇപ്പം ഇൻ്റർവ്യൂ കൊടുത്തേക്കുന്നത്. അപ്പോൾ റിനിയുടെ അത്രയും ഇംഗ്ലീഷൊന്നും നമുക്കറിയത്തില്ല, എന്നാലും ഉള്ള ഇംഗ്ലീഷ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് കേട്ട് നോക്കാം. Actually, after speaking of this issue, as all know, I'm facing a lot of issues from the public. Not from the public, I can't say like that, but from the people who support this so-called politician. As you know, I'm getting so much of threat, abuses, mainly from through online. So first I thought it's okay because just some cyber attack and all, people are giving some saying some bad comments or something like that. So I thought I avoided it actually. I mean, I ignored it actually. But later what happened is when I went to the swearing ceremony, some people came, and group of people, not everybody, not every Congress people, all are very polite and friendly with me, but some of the people came and like they bullied me, and publicly they bullied me actually, and it created a lot of issues. After that, what happened is they purposefully taken this video and surfaced to internet.
otherwise it won't go public like that. But they tried to abuse me in social media also. So after that, I spoke up against it, and I said that entire Congress is not against me, or they are not against me and all that. And after that, this started a cyber attack targeting me and trying to tarnish my image. And this time the issue has worsened because they are trying to socially outcast me, slut shaming me, and targeting me and giving me like such names that is that as a woman it's very difficult actually. But what my opinion is that I'm very strong in this case എൻ്റെ പൊന്ന് റിനി, ഈ ഈ കാര്യം വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് വന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും വീണ്ടും ആളുകൾ എടുത്തിട്ട് അലക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇതിലെങ്കിൽ ഒരു നെഗറ്റീവ്, ഇത് വെച്ചൊരു നെഗറ്റീവ് ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കി റീച്ചാക്കി കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. വിട്ടുപിടിക്കും നിങ്ങൾ. ആ ഒരു വിഷയം കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം പറഞ്ഞല്ലോ, ഈ സത്യപ്രതിജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ വന്നപ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ അറ്റാക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞല്ലോ. അത് കോൺഗ്രസ്സുകാർ തന്നെയാണ് അവിടെ കൂകിയത്. അതാദ്യം മനസ്സിലാക്കുക. കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് അവിടെ കൂകിയത്. പിന്നെ കൂകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മലയാളികൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റിനി അതിന് ശേഷം പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ടിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ്സിലെ നേതാക്കന്മാരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ പങ്കുവച്ചിട്ട്. അവിടെ ഒരാൾക്കും കിട്ടാത്ത ഒരു പ്രിവിലേജാണ് സാധാരണക്കാരിയായിട്ടുള്ള റിനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയെന്നാണ് ആളുകളെ സംശയം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനേ ഉള്ളൂ. റിനിക്ക് മാത്രം അവിടെ സ്റ്റേജിൽ കയറി ചെല്ലാനും എടുക്കാനും എല്ലാം ഉള്ളൊരു പ്രിവിലേജ്, ഒരു ഇതുണ്ടായിരുന്നല്ലോ. സാധാരണക്കാരിയായിട്ടുള്ള റിനിക്ക് ഇതെങ്ങനെ കിട്ടി? അത്രയും അവിടെ ഉള്ള പ്രവർത്തകരെ, MLA-മാരെയും മന്ത്രിമാരെയും വീട്ടുകാരും സ്വന്തക്കാരും കൂട്ടുകാരും ഒക്കെ ഒന്നും കിട്ടാത്തൊരു ഇതാണ് റിനിക്ക് അവിടെ കിട്ടിയത്. അപ്പം ജനങ്ങളത് ചോദ്യം ചെയ്യും. ജനങ്ങൾ ചോദിക്കും, റിനിക്ക് ആരാണ് അവിടെ ആക്സസ് തന്നതെന്ന്, അല്ലേ? ഓക്കെ, അടുത്തും കൂടെ കേട്ടു നോക്കാം. അപ്പോൾ പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. നമ്മളതൊന്നും പറയുന്നില്ല, ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമ്മൾ അത്രയും കേട്ട് നമുക്ക് അങ്ങോട്ട് പോയി അടുത്ത ബാക്കി കേൾക്കാം. This level of backlash? Never. I never anticipated this level of backlash. Because I never mentioned the name. Actually, I spoke because of my sadness, or from my heart. I spoke. Actually, it's like a breakdown or something like that. I just told what happened in my life, but I never thought this kind of backlash. And also, if some kind of issues came up, I thought it will last only for 2 or 3 weeks or something. But this is happening from last 9-10 months. I'm facing this issue. If I go out, some people will come and say bad things about me. Like if I go to റിനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്ടിയിലുള്ള മുതിർന്ന അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെയും ജനങ്ങൾ കല്ലെറിയും. അവരെയും ജനങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എയറിൽ കയറ്റി വിടും. രാഹുലിനെ സപ്പോർട്ട് ചെയ്യാതെ റിനിയെ സപ്പോർട്ട് ചെയ്താൽ അവരെയും എയറിൽ കയറ്റി വിടും എന്നൊക്കെയാണ് ഇപ്പോൾ റിനി പറയുന്നത്. ജനങ്ങൾ പൊട്ടന്മാരല്ല. ജനങ്ങൾ ഏതാണ് ശരി, എന്താണ് തെറ്റ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ ജനങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് ജനങ്ങളുടെ ഈ വികാരം പ്രകടിപ്പിക്കത്തുള്ളൂ. അത് ഏത് വിഷയത്തിലാണെങ്കിലും, ഈ റിനിയുടെ വിഷയത്തിലാണെങ്കിലും വേറെ വിഷയത്തിലാണെങ്കിലും എന്ത് വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ റിനി ഇന്ന് വരെ രാഹുലിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, പരാതി കൊടുത്തിട്ടില്ല. ഒരാളെ പറ്റിയിട്ടൊരു ആരോപണം ഒരു പബ്ലിക്കിൽ വന്ന് നടത്തുമ്പോഴത്തേക്ക് അതിൻ്റെ തെളിവുകളൊന്നും കാണിക്കാതെ ഇത്രയും ദിവസമായാലും ഇത്രയും മാസമായാലും എന്നിട്ട് പോലും പേര് പറഞ്ഞിട്ടില്ല, ഒരു തെളിവ് പോലും നിരത്തിയിട്ടില്ല. അപ്പോൾ ജനങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? തെളിവ് നിരത്തൂ, തെളിവ് കാണിക്കൂ, ജനങ്ങൾക്ക് വിശ്വാസമാവട്ടെ. അപ്പം ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. റിനിയുടെ ഭാഗത്താണ് ന്യായം, റിനി പറയുന്നതാണ് ശരി എങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. തെളിവ് കാണിക്കൂ. അല്ലാതെ ഒരു ആരോപണം കൊണ്ടിട്ടിട്ട് ഒരാളെ ലൈഫ് തന്നെ തകർത്ത്, രാഷ്ട്രീയം തന്നെ തകർത്തിട്ട് എന്ത് കിട്ടി, ഇല്ലേ? ഓക്കെ, ഇനി ബാക്കിയും കൂടെ കേട്ടു നോക്കാം. A lot of people have been coming forward and speaking about it. Is there anybody in the Congress who has spoken to you like that and who has reassured you privately but has distanced themselves publicly, without taking names maybe?
Yes, that happened actually. Like not just one or two, many leaders have told me that this issues is there, and we all know that, and we all are supporting you. And but they are afraid to speak up actually, because if they supported me publicly, they will also get attacked by the people and all. So, Rini, looking at this from the outside, Rahul is a young politician. Yes, he was a promising name. ഓക്കെ, റിനി പറയുന്നത് ഇപ്പോൾ റിനി എന്തോ അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോഴും പറയുന്നത്, ഞാൻ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഊര് പറഞ്ഞിട്ടില്ല, നാള് പറഞ്ഞിട്ടില്ല എന്നൊക്കെ. അതാണ് റിനി ചെയ്ത തെറ്റ്. ആദ്യം മനസ്സിലാക്കുക. റിനി എന്തുകൊണ്ട് പേര് പറയുന്നില്ല, എന്തുകൊണ്ട് റിനിക്കുണ്ടായ അനുഭവം പറയുന്നില്ല, തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണിച്ചിട്ടില്ല. റിനി പറയുന്നുണ്ട് 7-8 മാസമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന വിഷയം, പുറത്തു പോകുമ്പം എനിക്കുണ്ടാകുന്ന വിഷയം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം റിനി ഒന്ന് ആലോചിച്ച് നോക്കി, രാഹുൽ എന്നൊരു വ്യക്തിക്ക് പുള്ളിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ച് നോക്കി. ഇത്രയും റിനി ഇത് പറഞ്ഞതിന് ശേഷമാണല്ലോ രാഹുലിനെതിരെയുള്ള പരാതികൾ ഇങ്ങനെ തുരുതുരേ വന്നുകൊണ്ടിരുന്നത്. അതുവരെ ഒരു പരാതിയും വരാതിരുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അത് റിനി ഇങ്ങനൊരു സാധനം എടുത്തിട്ട് പിന്നെയാണ് തുരുതുരാന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പം ജനങ്ങൾക്ക് സംശയം തോന്നും. ഇതിനകത്ത് എന്തൊക്കെയോ ഉടായ്പകളുണ്ട്, ഇത് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതാന്നൊക്കെ ജനങ്ങൾക്ക് ചിന്തിക്കാനേ ഉള്ളൂ. പിന്നെ ഇപ്പം പറഞ്ഞല്ലോ, ഈ 8-9 മാസം ആ വ്യക്തി ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന വൃത്തികെട്ട കമൻറ്റുകളും, പുള്ളിയുടെ ഫാമിലിയെ ചേർത്തിട്ട്, ഫാദറിനെ ചേർത്തിട്ട്, മരിച്ചു പോയിട്ടുള്ള ഫാദറിനെ വരെ ചേർത്തിട്ട് എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും അയാൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അയാൾ ഈ പറഞ്ഞിട്ട് അപമാനിക്കപ്പെടുന്ന, സമൂഹത്തിൽ അപമാനപ്പെടുന്ന എന്തൊക്കെ ഇത്രയും ആയിട്ട് പോലും അയാളും അത് അപമാനപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പം അതിനൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ? റിനിയെ എന്തുകൊണ്ട് ജനങ്ങൾ ട്രോളുന്നു, എയറിൽ കയറ്റുന്നു, കല്ലെറിയുന്നു എന്നതിന് തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിനി അങ്ങനെ ഒരു ആരോപണം പറഞ്ഞ് പേര് പറഞ്ഞിട്ടില്ല, ഊര് പറഞ്ഞിട്ടില്ല, അതിൻ്റെ തെളിവ് പോലും ഇന്ന് വരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ്, അത് ആദ്യം മനസ്സിലാക്കുക. ഒരാളെ പേരിൽ ഒരു പബ്ലിക്കിൽ വന്നിരുന്നിട്ട്, ചാനലിൽ വന്നിരുന്നിട്ട് ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തെളിവുകൾ കാണിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് തുറന്ന് കാണിച്ചു കൊടുക്കുക. അതാണ് വേണ്ടുന്നത്. അതുകൊണ്ടാണ് അത് ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോഴും ജനങ്ങൾ കല്ലെറിയുന്നത്. എന്നിട്ട് വന്നിരുന്ന് പറഞ്ഞാൽ മതി, ഞാൻ 7-8 മാസമായിട്ട് ഇപ്പോൾ ഭയങ്കര സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുക. ഇതിലും വലിയ സൈബർ അറ്റാക്കാണ് രാഹുൽ എന്നൊരു വ്യക്തി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളി എന്നിട്ട് എവിടെയും പരാതി പറഞ്ഞിട്ടില്ല, പരിഭവം പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ ഫാമിലിയൊക്കെ ചേർത്തിട്ട് എന്തൊക്കെയാണ് ഇപ്പോഴും പറയുന്നത്. അത്രയും എന്തായാലും റിനിക്ക് കിട്ടിയിട്ടില്ല. അത്രയും എന്തായാലും റിനിയോട് ആരും പറഞ്ഞിട്ടുമില്ല അല്ലേ? ഇനി ഞാനിവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, രാഹുലിൻ്റെ തിരിച്ചുവരവ് ഇനി സാധ്യമാവത്തില്ല, ചാൻസ് കുറവാണെന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, വി ഡി സതീശൻ്റെ ഒരു പുതിയൊരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു. ചെറിയൊരു ഭാഗം ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് വി ഡി സതീശൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ ഒരാൾ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല, പാർട്ടി തീരുമാനിക്കുന്നതാണ്. പുള്ളിയെ കുറ്റം പറയുമല്ല, ശരിയാണ്, പുള്ളി പറഞ്ഞതുപോലെ ശരിയാണ്. പുള്ളി വിചാരിച്ചാൽ മാത്രം ഒന്നും നടക്കത്തില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പം UDF അധികാരത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ ആരാക്കണമെന്നുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടതാണ്. അവസാനം ജനരോഷം, ജനവികാരം കണക്കിലെടുത്താണ് അതും നടന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതാണ്, എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിഷയത്തിലും അത് തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും രാഹുലിനെ തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു കേസ് അന്വേഷിച്ച് രാഹുൽ എന്നൊരു വ്യക്തിയെ തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചെടുക്കുക. കാരണം ഒരു മുതൽക്കൂട്ടാണെന്നാണ് എനിക്ക് പറയാം. രാഹുലിനെ പോലെയുള്ള വ്യക്തികളൊക്കെ പ്രസ്ഥാനത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഓക്കെ, എന്തായാലും ആ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇത്ര സജീവമാക്കി നിർത്തിയത് ശ്രീ സതീശനാണെന്ന് പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം കരുതുന്നു. ഒരു വിഭാഗം ചെറുപ്പക്കാർ അതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നത് താങ്കളോട് കുറച്ച് അകൽച്ച കാണിച്ചിട്ടും ഉണ്ടാവണം. ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് സിറ്റുവേഷനിലെ മുമ്പത്തെ കാര്യം പറയാം. ഇക്കാര്യത്തിൽ ഒരു കുറച്ച് ഇമോഷണലായി പോയോ? ഒരു സുഹൃത്തിൻ്റെ മകളായതുകൊണ്ട് ഞാൻ ഉണ്ടായ എന്നുവെച്ചാൽ ഒരു കൂടുതൽ നമ്മളതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആയതുകൊണ്ടാണോ, അതോ നമ്മുടെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണോ? എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റില്ല. ഈ ചോദ്യത്തിന് ഐ ഹാവ് നോ കമൻസ്. ഇതെല്ലാം നമ്മുടെ ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുക്കണം. ബോധ്യങ്ങളിൽ നിന്ന്, നമ്മുടെ കൺവിക്ഷനാണ്. അത് എൻ്റെ മാത്രമല്ല, നേതൃത്വത്തിൻ്റെ കൂട്ടായ തീരുമാനമാണത്, കൺവിക്ഷനാണത്. അത്
ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല. കേരളം മുഴുവൻ എരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു അറബിക്കടൽ പോലെ എരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. അത് നിലപാടാണ്. അത് കുറേ കഴിയുമ്പോൾ ആൾക്കൂട്ടത്തിന് ബോധ്യം വരും. നിലപാടുകളിൽ മാറ്റം വരാൻ പാടില്ല. നമ്മൾ ചെയ്ത് തെറ്റാണ് എന്ന് നമുക്ക് ഏത് സമയത്ത് ബോധ്യം വരുന്നോ അപ്പോൾ കറക്റ്റ് ചെയ്തേക്കണം, പറഞ്ഞേക്കണം. തെറ്റ് പറ്റി, തെറ്റായ തീരുമാനം എന്ന് പറയണം. പിന്നെ രാഷ്ട്രീയത്തിൽ ഇമോഷണൽ എന്ന് പറയുന്ന കാര്യത്തിന് ഒരു അർത്ഥമില്ല. ഞാൻ ബിസിനസ്സുകാരുടെ മീറ്റിങ്ങിൽ പോയി സംസാരിക്കുന്ന ഒരാളാണ്. എല്ലായിടത്തും പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ പറയും ബിസിനസ്സും രാഷ്ട്രീയം ഒരേപോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. രാഹുൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത്, രാഹുൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഗുണം ചെയ്യുമോ അതോ ദോഷമാണോ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ജസ്റ്റ് ഒന്ന്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.